ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 38ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ച യഃ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോ. ശ്ലോകാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതി. ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ. ശ്ലോകപാദം വാ. ശ്ലോകപാദം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകത്തിൻ്റെ, നമുക്കറിയാം ഒരു ശ്ലോകത്തിൽ നമ്മൾ 2 പാദങ്ങളാണ്, അപ്പം 2 വരികളുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ആ ഒരു പാദം എന്ന് പറയുമ്പോൾ ആദ്യത്തെ വരി, രണ്ടാമത്തെ പാദം എന്ന് പറയുമ്പോൾ ഓരോ ശ്ലോകത്തിന് 2 പാദങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്ലോകപാദം എന്ന് പറഞ്ഞാൽ ഒരു പാദമോ അതിൻ്റെ. അപ്പോൾ ഒരു ശ്ലോകം മുഴുവൻ തന്നെ പഠിക്കുന്നത്, അതും അല്ലാതെ നോക്കൂ ഇവിടെ എത്രമാത്രം ഇതിലാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുന്നത്. എന്താണ്? ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ അതല്ലെങ്കിൽ ഒരു ശ്ലോകമോ. അപ്പോൾ ഒരു വരിയാണെങ്കിൽ പോലും, ഒരു ശ്ലോകത്തിൻ്റെ ഒരു വരിയാണെങ്കിൽ പോലും പഠേത് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നുവോ. ഭാഗവതം ച യഃ, ഭാഗവതത്തിൽ ഉള്ള, ഭാഗവതം എന്ന ഈ ശ്രീമദ് ഭാഗവതം എന്ന ഈ ഗ്രന്ഥത്തിലുള്ള ഒരു ശ്ലോകമോ ഇല്ല വേണ്ട ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ എങ്കിലും പഠിക്കുന്ന യഹ എന്ന് പറഞ്ഞാൽ യാതൊരാൾ നിത്യം പുണ്യമവാപ്നോതി. നിത്യം എന്ന് പറഞ്ഞാൽ എന്നും, പുണ്യമവാപ്നോതി. അപ്പോൾ എന്നും ഒരു ശ്ലോകമോ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ എങ്കിലും, ഒരു പാദമോ എങ്കിലും പഠിക്കുന്ന ഒരാൾക്ക്, നിത്യവും പഠിക്കുന്ന ഒരാൾക്ക് പുണ്യമവാപ്നോതി. പുണ്യം അവാപ്നോതി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുണ്യമവാപ്നോതി. അവാപ്നോതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു. അപ്പോൾ പുണ്യത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവരുടെ ആ ജന്മത്തിലെ സുഹൃതത്തിനോടൊപ്പം ഈ ഒരു സൽക്കർമ്മം കൂടി ചേർക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ദേഹം ഉപേക്ഷിച്ച് ഇവിടെ നിന്നും ഈ ഒരു ജീവൻ യാത്രയാകുമ്പോൾ ഈ ജീവനോടൊപ്പം ദേഹസംബന്ധമായ സർവവും ഇവിടെ ഉപേക്ഷിച്ച് യാതൊന്ന് നമ്മൾ സ്വാംശീകരിക്കുന്നു, ഉള്ളിലേക്കെടുക്കുന്നുവോ. ഉള്ളിലേക്കെടുക്കാൻ നമുക്ക് കഴിയുക എപ്പോഴും ഈ ആത്മീയമായ വികാരങ്ങളില്ല അവിടെ. വിചാരങ്ങൾ മനനം ചെയ്യുന്നത്, അറിയുന്ന ആ അറിവ് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് സ്വാംശീകരിക്കാനാവുകയുള്ളൂ. അതാണ് പലപ്പോഴും നമ്മുടെ സംസ്കാരമായിട്ടൊരു പരിധി വരെ മാറുന്നത്. എപ്പോഴും ആത്മീയമായ സംസ്കാരമുള്ള, ശരിയായ രീതിയിൽ ആ ഒരു ജ്ഞാനത്തെ ലഭിക്കുന്ന ഒരാളിൽ എപ്പോഴും നമുക്കറിയാം അവരുടെ ഉള്ളിൽ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഉണ്ടാവുകയില്ല. കാരണം ഇത് ഭൗതികമായ അല്ലെങ്കിൽ ബാഹ്യമായ ആർക്കും തന്നെയും ദൃശ്യമായിട്ടുള്ളതൊന്നല്ല ആത്മീയമായി നേടുന്ന ഈ ഒരു സമ്പത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളിനെ പറഞ്ഞ് തൻ്റെ കേമത്വം കാണിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളിനോട് പറഞ്ഞ് ജയിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരാളെ തോൽപ്പിക്കുന്നതിനോ വേണ്ടിയിട്ട് തൻ്റെ ഈ സമ്പത്ത് ഉപയോഗിക്കാൻ കഴിയുകയുമില്ല. കാരണം ഈ സമ്പത്ത് അറിയുന്തോറും തൻ്റെ ഈ ദേഹത്തിൻ്റെ ഒരു പരിമിതി മനസ്സിലാക്കുകയാണ് ഓരോ ആധ്യാത്മികമായ സത്സംഗങ്ങളിലൂടെയും അല്ലെങ്കിൽ അറിവ് നേടുന്നതിലൂടെയും നമുക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അറിവ് നേടുന്ന ഓരോരുത്തരും അവർക്ക് ഈ ഒരു സംസ്കാരം, ഈ ഒരു അറിവ് ഇത് ദേഹത്തിൻ്റെ സംബന്ധമായിട്ടുള്ള വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ, ഇത് തൻ്റെ ഉള്ളിലെ താനെന്ന സത്വത്തെക്കുറിച്ചുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇത് ഉള്ളിലേക്ക് നമുക്ക് എടുക്കപ്പെടുന്നുണ്ട്. മറിച്ച് ബാഹ്യമായ നേട്ടങ്ങളൊന്നും ഉള്ളിൽ ഒരു സംസ്കാരത്തെ വളർത്തില്ല. പകരം നമ്മുടെ ചിത്തത്തിലൊരു അഹങ്കാരത്തെ വളർത്താൻ മാത്രമേ, അത് മതത്തെ ജനിപ്പിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. ഇതാകട്ടെ നമ്മുടെ ഉള്ളിലേക്ക്, ആ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു പരിപൂർണമായ ആനന്ദത്തെ അനുഭവിക്കുവാൻ, തൻ്റെ ഈ ഒരു ബാഹ്യപ്രപഞ്ചത്തിൽ നിന്നും പതിയെ വിട്ടുവരുന്നതിനുള്ള
താൻ അറിയാതെ വിട്ടുവരുവാനുള്ളൊരു മാർഗം തെളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സുഹൃതത്തെ നേടുന്നതിന് നിത്യവും ഒരു ശ്ലോകമോ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ എങ്കിലും ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ നിന്നും യാതൊരാളാണോ പഠിക്കുന്നത് ആ ആൾ പുണ്യത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സംസ്കാരം, ഈ ഒരു നേടുന്ന ഈ ഒരു സുഹൃത്തുക്കൾക്കേ ഈ ഒരു വഴിയിലേക്ക് എത്താൻ കഴിയൂ. ഈ ഒരു സുഹൃതവുമായിട്ടാണ് ഈ ജീവൻ ഈ ദേഹത്തെ വിടുന്നത്. അത് പറയാണ് രാജസൂയാശ്വമേധയോഹോ. രാജസൂയവും അശ്വമേധയാഗവും അഥവാ രാജസൂയയാഗവും അശ്വമേധയാഗവും ഒക്കെ നടത്തിയാൽ കിട്ടുന്ന അനുഷ്ഠിച്ചതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന ഒരു പുണ്യമുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സൽക്കർമ്മമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ രാജസൂയ യജ്ഞവും അശ്വമേധയാഗവും ഒക്കെ നടത്തുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു അത്രയും പുണ്യം, അത്രയും സുഹൃതം, അത്രയും വലിയൊരു ധന്യത നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് കിട്ടാൻ ഈ ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ ഒരു പകുതി ശ്ലോകമോ നിത്യവും പാരായണം ചെയ്താൽ അല്ലെങ്കിൽ പഠിച്ചാൽ ലഭിക്കുന്നതാണ്. ഇവിടെ ഈ ശ്രീമദ് ഭാഗവത മഹാത്മ്യം പറയുമ്പോൾ സനൽകുമാരാദി മഹർഷിമാർ വളരെ വ്യക്തമായിട്ടാണ് ഈ ഭാഗവത ഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെ ഓരോ ശ്ലോകാർത്ഥത്തിൻ്റെയും പോലും മഹത്വം എടുത്തു പറഞ്ഞുകൊണ്ടാണ് നാരദ മഹർഷിക്ക് അത് വിശദീകരിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു, രാജസൂയവും അതേപോലെ തന്നെ അശ്വമേധയാഗവും ഒക്കെ ചെയ്യുന്ന അത്രയും പുണ്യം എന്ന് പറഞ്ഞു. ആചാര്യന്മാർ പറയാറുണ്ട്, ഈ ഭൂമിയിൽ 3 പേര് മാത്രമേ രാജസൂയയാഗം വിധിപ്രകാരം അനുഷ്ഠിച്ചിട്ടുള്ളൂ എന്നാണ്. ഒന്ന് യുധിഷ്ഠിരന്, ഒന്ന് ചന്ദ്രന്, ഒന്ന് വരുണന്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, എത്ര വിരലിലെണ്ണാവുന്നവർ, എത്രയോ വളരെ കുറച്ചു പേർക്ക് മാത്രമേ രാജസൂയയാഗം നടത്തുവാൻ സാധിച്ചിട്ടുള്ളൂ. അവർ നേടിയ ആ പുണ്യമാണ്. അത്രയും വലിയൊരു കർമ്മം ചെയ്യുന്നതിലൂടെ നേടുന്ന പുണ്യം നിത്യവും നമ്മുടെയൊക്കെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകമോ ഒരു പകുതി ശ്ലോകമോ പഠിക്കുന്നതിലൂടെ നേടാനാവുമെന്ന് പറയുമ്പോൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കായി കരുതി വെച്ചത് എത്രയോ വലിയൊരു ഭാഗ്യമാണെന്ന് ഓർക്കുക. ഈ ഗ്രന്ഥത്തിലേക്ക് സ്വയം പ്രവേശിച്ചുകൊണ്ട് തൻ്റെ തന്നെ ചൈതന്യത്തെ ഈ ഒരു ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് നമുക്കായിട്ട് ഈ കലിയുഗത്തിൽ പിറക്കാൻ പിറന്ന നമുക്കായിക്കൊണ്ട് ഭഗവാൻ ചൊരിഞ്ഞ അനുഗ്രഹമാണ് ഈ ഒരു ഗ്രന്ഥം. ഇനി നമുക്ക് ആ ഒരു ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ച യഃ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വരിയിൽ ഭാഗവതം ച യഹ്, അവിടെ വിസർഗമുണ്ട്. പിന്നെ അടുത്ത നിത്യം പുണ്യമവാപ്നോതി, അത് പുണ്യം അവാപ്നോതിയാണ്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാജസൂയ അശ്വമേധയോ, രാജസൂയ അശ്വമേധയോ ആണ് അവിടെ. രാജസൂയ അശ്വമേധയോ അവിടെ നിർത്തുന്നിടത്തും ഒകാരവും അതേപോലെ തന്നെ വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്ത 39ാമത്തെ ശ്ലോകം. ഉക്തം ഭാഗവതം നിത്യം കൃതം ച ഹരിചിന്തനം തുളസീപോഷണം ചൈവ ധേനൂനാം സേവനം സമം. നമുക്ക് 39ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഉക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവിടെയാകുമ്പോൾ പഠിക്കുന്നത് എന്നൊരർത്ഥം നമുക്ക് എടുക്കാം. കാരണം തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ഇതിലെ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെ പോലും മഹത്വമാണ് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഉക്തം ഭാഗവതം നിത്യം, അപ്പോൾ ഉക്തം പറയപ്പെടുന്ന അല്ലെങ്കിൽ പഠിക്കുന്നത് എന്ത്? ഭാഗവതം നിത്യം, എന്നും ഈ ഒരു ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ പഠിക്കുന്നത്. കൃതം ച ഹരിചിന്തനം, കൃതം ച എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതും എന്ത്? ഹരിചിന്തനം, ആ ശ്രീഹരി ഭഗവാനെ വിചിന്തനം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്വരൂപത്തെ ധ്യാനം ചെയ്യുന്നത്. കാരണം ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഓരോ വരികളിലും ഓരോ അക്ഷരങ്ങളിലും കുടിയിരിക്കുന്നത് ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ ഇതിലെ ഓരോ ശ്ലോകവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് ആ ഭഗവാന്റെ മഹത്വമാണ്, മാഹാത്മ്യമാണ്, ശ്രീഹരി ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ
ഭഗവത് സ്വരൂപത്തെ ധ്യാനം ചെയ്യുന്നതും. പിന്നെയോ തുളസി പോഷണം ചെയ്വ ധേനൂനാം സേവനം സമം. തുളസി പോഷണം ചെയ്വ, തുളസി പോഷണം എന്ന് പറഞ്ഞാൽ ഈ തുളസി ദേവിയെ നട്ടുവളർത്തുന്നതും അതുപോലെ തന്നെ അതിനെ ജലസേചനമൊക്കെ നടത്തി പരിപോഷിപ്പിക്കുന്നതും. പിന്നെയോ ധേനൂനാം സേവനം സമം. ധേനൂനാം, ധേനു എന്ന് പറഞ്ഞാൽ പശു, ധേനൂനാം പശുക്കളെ സേവനം സമം. സേവനം എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നത്, അതിന് വേണ്ട നമ്മൾ അതിന് വേണ്ടതായ എല്ലാ ശുശ്രൂഷകളും നൽകി വേണ്ടതായിട്ടുള്ള എല്ലാ സേവകളും ചെയ്തുകൊണ്ട് ഒരു പശുവിനെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത് സമം തുല്യമാകുന്നു. നോക്കൂ, അപ്പോൾ നിത്യവും ഈ പശുക്കളെ നമുക്കറിയാം, പശുക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യകർമ്മമായിട്ടാണ് നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു വിശ്വാസം തന്നെ. അങ്ങനെ ചെയ്യുന്നത്, അതേപോലെ തന്നെ തുളസി സംരക്ഷണം, തുളസി ദേവിയെ പൂജിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നട്ടുവളർത്തി പരിപാലിക്കുന്നതും നമ്മുടെ ഹൈന്ദവ ധർമ്മമനുസരിച്ച് വളരെ ശ്രേയസ്കരമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് രണ്ടിനും അതേപോലെ തന്നെ തുല്യമാണ് എന്ത്, ഈ നിത്യവും ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകമെങ്കിലും പഠിക്കുന്നതും അതിലൂടെ ആ ശ്രീഹരി ഭഗവാനെ വിചിന്തനം ചെയ്യുന്നത്, സ്മരിക്കുന്നത് ഒക്കെ ഇതെല്ലാം തുല്യമാണ് എന്ന് പറയുമ്പോൾ എത്രയോ എളുപ്പം ഭഗവാനെ, ആ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ വിചാരം ചെയ്യുവാൻ ഉള്ള ഒരു അവസരമാണ് ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകമെങ്കിലും നമുക്ക് നിത്യവും പാരായണം ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉക്തം ഭാഗവതം നിത്യം കൃതം ച ഹരിചിന്തനം തുളസീ പോഷണം ചൈവ ധേനൂനാം സേവനം സമം. ഈ ഒരു ശ്ലോകം പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രയാസമുള്ള വാക്കുകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 40-ാമത്തെ ശ്ലോകം. അന്തകാലേ തു യേനൈവ ശ്രൂയത്തെ ശുകശാസ്ത്രവാക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോപി പ്രയച്ഛതി. ഇനി പറയുകയാണ്, അന്തകാലേ എന്ന് പറഞ്ഞാൽ അവസാന കാലത്തിൽ, അവസാന സമയത്തിൽ, എപ്പോഴാണോ ഈ ദേഹത്തെ ഉപേക്ഷിച്ച് ഈ ജീവാത്മാവ് ഇവിടെ നിന്നും യാത്രയാകുന്നത്, ആ സമയത്ത് ആകട്ടെ, അല്ലെങ്കിൽ ആ അവസാന സമയത്തായിരുന്നാൽ പോലും ഇവിടെയും ശ്രദ്ധിക്കുക, എപ്പോഴാണ് അവസാന സമയം എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അതായത് ഈ നിമിഷമാകാം, അടുത്ത നിമിഷമാകാം, ഏത് നിമിഷവും നമ്മുടെ അവസാന സമയം തന്നെയാകാം. കാരണം യാതൊരു ഉറപ്പുമില്ലാത്ത ഒന്നാണ് ജലത്തിലെ നീർക്കുമിളയുടെ അത്ര പോലും നമ്മുടെ ആയുസ്സിന് ഉറപ്പില്ലാത്തതാണ് മനുഷ്യന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അവസാന കാലം എന്ന് പറയുന്ന ഈ നിമിഷമാണ്. ചെയ്യേണ്ടതൊന്നും പിന്നത്തേക്ക് വയ്ക്കരുത്, ഇപ്പോൾ ചെയ്യുക. പ്രത്യേകിച്ചും ഭഗവാനെ വിചാരം ചെയ്യുന്നത്, നാമം ജപിക്കുന്നത്, പഠിക്കുന്നത്, ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതും സൽവിചാരം ചെയ്യുന്നതും, ഭഗവാനെ അവിടുത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ, അവിടുത്തെ പ്രീതിക്കായിക്കൊണ്ട് ഓരോ കർമ്മം ചെയ്യാൻ ശീലിക്കുന്നതും ഇപ്പോൾ വേണം, ഈ നിമിഷം വേണം. അങ്ങനെ അവസാന കാലത്തിലായിരുന്നാൽ പോലും ഏനൈവ ശ്രൂയത്തെ, ഏന ഏവ എന്ന് പറഞ്ഞാൽ യാതൊരു ആളാണോ ശ്രൂയത്തെ കേൾക്കുന്നത് അല്ലെങ്കിൽ കേൾക്കപ്പെടുന്നത്, അതിപ്പോൾ നമ്മൾ സ്വയം പാരായണം ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് നമ്മൾ കേൾക്കുന്നതാണെങ്കിലും, ആ കേൾക്കുന്ന എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കേൾക്കുന്നത്. ഇല്ല, മറ്റൊരാളത് പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ അതിനെ വിചിന്തനം ചെയ്യുന്നത്, അർത്ഥം പഠിക്കുന്നത് നമ്മുടെ കാതുകളിൽ വീണാൽ പോലും ശുഖശാസ്ത്രവാക്ക്, ഈ ശ്രീശുഖ മഹർഷിയാൽ എഴുതപ്പെട്ട ഈ ശാസ്ത്രത്തിൻ്റെ, ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൻ്റെ ഓരോ വരിയും, അതിൽ ഒരു വരിയെങ്കിലും നമുക്കങ്ങനെ അവസാന കാലത്തിലാണെങ്കിൽ പോലും, അഥവാ ദേഹം ത്യജിക്കുന്ന ആ അവസാന നിമിഷത്തിൽ കേൾക്കാനുള്ള ഒരു സുഹൃതം നമ്മളോടൊപ്പമുണ്ടെങ്കിൽ ആ അവസാന നിമിഷത്തിൽ കേട്ടാൽ പോലും. നോക്കൂ, പരീക്ഷിത് മഹാരാജാവിന് കേവലം 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവത കഥ കേട്ടിട്ട് ഭഗവത് പാദത്തിൽ എത്തിച്ചേരാനായി. ആ അവസാന നിമിഷം പരീക്ഷിത് മഹാരാജാവ്, നമ്മൾ നോക്കിയാൽ വലിയൊരു തെറ്റല്ലേ ചെയ്തത്? ഒരു സന്യാസിവര്യൻ്റെ, ഒരു പുണ്യാത്മാവിൻ്റെ, ഒരു സുഹൃതിയുടെ
തോളിൽ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ ഇടുക എന്ന് പറയുന്ന അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. പക്ഷെ അതിനു മുൻപ് ജീവിച്ച ഒരു ജീവിതം ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്തതാണ്. കലിയെപ്പോലും തൻ്റെ വരുതിയിൽ നിർത്തിയ മഹാത്മാവായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. പക്ഷേ ആ അവസാന നിമിഷത്തിൽ എപ്പോഴോ ഒന്ന് കാലിടറിപ്പോയതുകൊണ്ട്, തൻ്റെ മനസ്സിൻ്റെ ആ ഒരു ദൗർബല്യം തന്നെ കീഴടക്കിയതുകൊണ്ട് ഇതേ കലി ബാധിച്ച് ആ കലിയാൽ ചെയ്ത പോയ ഒരു അവിവേകമായിരുന്നു ആ ചത്തപാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടത്. അതുകൊണ്ട് ആ കലി ബാധിച്ച് തന്നെ നോക്കൂ, ഒരു നിമിഷമൊന്ന് പതറിപ്പോയപ്പോൾ കലി കീഴടക്കിയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നിമിഷവും എത്രയോ എത്രയോ തവണ കലി നമ്മളെ കീഴടക്കുന്നുണ്ടെന്നറിയുക. അങ്ങനെ ആ ഒരു തവണയാണെങ്കിൽ പോലും കലി കീഴടക്കിയ ആ പരീക്ഷിത് മഹാരാജാവിന് കേവലം 7 ദിവസം കൊണ്ട് ഭഗവാനിങ്കിലേക്ക് എത്താനായത് ഈ ഒരു ഭാഗവത കഥ കേട്ടിട്ടാണെങ്കിൽ, സജ്ജനങ്ങളെ, നമുക്കിനി എത്ര നിമിഷമുണ്ടെന്നറിയില്ല, എത്ര നാളുകളുണ്ടെന്നറിയില്ല. ചിലപ്പോൾ അടുത്ത 7 നാളുകൾ, അല്ല ചിലപ്പോൾ 7 വർഷങ്ങൾ, അല്ല ഇനി ഒരു 70 വർഷങ്ങൾ, അറിയില്ല. എത്രയും ആയിക്കോട്ടെ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ തുടങ്ങുക ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ പഠിക്കുവാൻ, വിചാരം ചെയ്യുവാൻ, ഭഗവാനിങ്കിലേക്ക് മനസ്സിനെ ചേർത്ത് വയ്ക്കുവാൻ. അങ്ങനെ വിചിന്തനം ചെയ്യുന്നത് അത് അവസാന സമയത്തായിരുന്നാൽ പോലും, ഈ ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കുന്നത് അവസാന കാലത്തായിരുന്നാൽ പോലും, പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോപി പ്രയച്ഛതി. പ്രീത്യ എന്ന് പറഞ്ഞാൽ അത്യധികം പ്രേമഭാവത്തോടു കൂടി, ഒരു പരമപ്രേമത്തോടു കൂടി, തസ്യൈവ, തസ്യ ഏവ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തസ്യൈവ. ആ അയാൾക്ക് യാതൊരാളാണോ ഇങ്ങനെ അവസാന കാലത്തിലെങ്കിലും, ഈ ഒരു അവസാന നിമിഷത്തിലെങ്കിലും ഈ ഒരു ഭാഗവത കഥ കേൾക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നത്, അവന് ഏവ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഉറപ്പായും ആ ഒരു നിശ്ചയം പറയുകയാണ്. വളരെ ഉറപ്പാണ് അങ്ങനെയുള്ള അവന് ഉറപ്പായിട്ടും വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തെ അഥവാ മോക്ഷത്തെ ഗോവിന്ദോപി പ്രയച്ഛതി. ഗോവിന്ദോപി, ആ ശ്രീഹരി ഭഗവാൻ, ആ ഗോവിന്ദ ഭഗവാനെ പ്രയച്ഛതി, നൽകുന്നു. അപ്പോൾ അവസാന കാലത്തിലാണെങ്കിൽ പോലും ഈ ഒരു ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രഗ്രന്ഥത്തെ അറിയുവാനോ കേൾക്കുവാനോ പഠിക്കുവാനോ കഴിഞ്ഞാൽ, അതിലെ ഒരു ശ്ലോകമെങ്കിലും കേൾക്കുവാൻ കഴിഞ്ഞാൽ പോലും ഭഗവാനെ അതെങ്ങനെ കേൾക്കണം? പരമഭക്തിയോടുകൂടി കേൾക്കണം, പരമപ്രേമത്തോടുകൂടി, ഭഗവാനെങ്കിലൊരു പ്രേമഭാവത്തോടുകൂടി അതിനെ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യാൻ കഴിഞ്ഞാൽ പോലും ഭഗവാനെ ആ ഒരു നിമിഷത്തെ സുഹൃതം കൊണ്ടുപോലും ഭഗവാൻ, ആ ശ്രീഹരി ഭഗവാൻ പരമമായ മോക്ഷപദത്തെ നൽകി തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കുന്നു. ഇത് ഉറപ്പ് തരികയാണ്. അതാണ് തസ്യൈവ എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. അങ്ങനെയുള്ളവനത് ആ മോക്ഷപദത്തിൽ എത്തുമെന്ന് ഉറപ്പാണ് എന്നിവിടെ ശ്രീ സനകാദി മഹർഷിമാർ പറയുന്നു. അല്ലേ? ആ മോക്ഷത്തിൻ്റെ 4 ഘട്ടങ്ങളെ നമുക്കറിയാം. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം തുടങ്ങിയ 4 ഘട്ടങ്ങൾ പറയാറുണ്ട്. പക്ഷെ നോക്കൂ, ഈ ഭാഗവത കഥ കേൾക്കുന്ന ഒരാളിന് ഭഗവാൻ നേരിട്ട് തന്നെ ആ മോക്ഷപദത്തിലേക്ക് എത്തിക്കുന്നു. നമ്മൾ ചെയ്തു പോയിട്ടുള്ള മറ്റെല്ലാ അപരാധങ്ങളും പലപ്പോഴും, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഈ ഒരു കാരുണ്യഭാവം കൊണ്ട്, അതായത് എങ്ങനെ പ്രേമഭാവത്തോടുകൂടി ഭഗവാനെ ഇത് ചെയ്യുവാൻ കഴിഞ്ഞാൽ അവിടുന്ന് ഉറപ്പായിട്ടും ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എത്തിക്കുന്നതാണെന്ന് സനകാദി മഹർഷിമാർ ഉറപ്പു തരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാനെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാതയിലേക്ക് എത്തിച്ചേരുവാൻ, ഭഗവാനിങ്കൽ പരമപ്രേമഭാവത്തോടുകൂടി ഇതൊക്കെ പാരായണം ചെയ്യുവാൻ, കേൾക്കുവാൻ എല്ലാവർക്കും ഭഗവാനെ അവിടുത്തെ കടാക്ഷം കൊണ്ട് അനുഗ്രഹം ചൊരിയണമേ. നാരായണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അന്ധകാലേ തു യേനൈവ ശ്രൂയത്തെ ശുകശാസ്ത്രവാക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോപി പ്രയച്ഛതി. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത് മിക്കവാറും എല്ലാം എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഏനൈവ, തസ്യൈവ,
വേറെ ബാക്കിയെങ്ങും വിസർഗമോ ഒന്നും തന്നെ ഇല്ല. ഗോവിന്ദോപി പ്രയച്ഛതി അവിടെ ഒന്ന് വിശ്ലേഷണമുള്ളത് കൊണ്ട് ഓകാരം ഒന്ന് നീട്ടിയെടുക്കുക മാത്രമേ വേണ്ടൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി നമുക്ക് 41-ാമത്തെ ശ്ലോകം 41-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ വിചാരം ചെയ്യാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.